Good morning, dear students. Employability skills-inde second years-inde communication skills ആണ് തുടങ്ങുന്നത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിന് പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ തന്നെയാണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ബിഹേവിയറൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇംഗ്ലീഷ് ലിറ്ററസി, IT സ്കിൽസ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ലേബർ വെൽഫെയർ, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, എസെൻഷ്യൽ സ്കിൽസ് ഫോർ സക്സസ്, പ്രിപ്പറേഷൻ ടു ദ വേൾഡ് ഓഫ് വർക്ക്, ഓണ്ടർപ്രണർഷിപ്പ്, മെയിൻറ്റെയിനിങ് എഫിഷ്യൻസി അറ്റ് വർക്ക് പ്ലേസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സെക്കൻഡ് ഇയേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൻ്റെ കുറച്ച് റിവിഷനാണ്. നമുക്കത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ 86 ആണ് പേജ് നമ്പർ കേട്ടോ. നമുക്കതൊന്ന് നോക്കാം. നമ്പർ 3 അതിൽ മുതലാണ് റിവിഷൻ തുടങ്ങുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലി ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഡിസ്കസ് യുവർ ആൻസേഴ്സ് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് ദ ഹോൾ ക്ലാസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ ക്യാൻ വി ഡിസൈഡ് സംബഡീസ് പേഴ്സണാലിറ്റി വിത്ത് ഹിസ്? അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? വിത്ത് ഹിസ് ബിഹേവിയർ, അല്ലേ, അയാളുടെ പെരുമാറ്റം. വിത്ത് ഹിസ് ലാംഗ്വേജ്, അയാളുടെ ഭാഷ. വിത്ത് ഹിസ് ഡ്രസ്സ്, അയാളുടെ ഡ്രസ്സ്, വസ്ത്രധാരണം. ഇത് ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. അയാളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത് അയാളുടെ സ്വഭാവവും അയാളുടെ ഭാഷയും അയാളുടെ വസ്ത്രധാരണവും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ ക്യാൻ വി ബി മോർ ഡിസിപ്ലിൻഡ്? എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവുക? അച്ചടക്കം എന്ന് പറയാം. ബി പങ്ക്ച്വൽ എന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. റെസ്പെക്റ്റ് എവറി ഇൻഡിവിജ്വൽ, എല്ലാവരെയും ബഹുമാനിക്കുക. ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഇളയവരായിക്കോട്ടെ, സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ, സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും. ബി നീറ്റ് ആൻഡ് ക്ലീൻ, വൃത്തിയായി ഭംഗിയുമായിട്ടിരിക്കുക. ഓൾ ദി അബോവ്. ഇതും കറക്റ്റ് ആൻസർ ആണല്ലേ. 3 ആൻസറും കറക്റ്റാണ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പങ്ക്ച്വലായിരിക്കണം, പങ്ക്ച്വാലിറ്റി വേണം, റെസ്പെക്റ്റ് വേണം, നീറ്റായിരിക്കണം. നമ്പർ 3, വിച്ച് വേർഡ്സ് ഡിസ്ക്രൈബ് നെയിമിംഗ് വേർഡ്സ് അക്കോർഡിംഗ് ടു കളർ, ഷേപ്പ്, സൈസ്, ക്വാണ്ടിറ്റി, ഫീൽ ആൻഡ് സൗണ്ട്. ഇതിൽ നെയിമിംഗ് വേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെയിമിംഗ് വേർഡ്സ് നമുക്കറിയാം, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണല്ലേ. ഓപ്ഷൻ എ നെയിമിംഗ് വേർഡ്സ്, ഓപ്ഷൻ ബി ആക്ഷൻ വേർഡ്സ്, ഓപ്ഷൻ സി ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. ഡിസ്ക്രൈബിംഗ് വേർഡാണ്. അതിന് അഡ്ജക്റ്റീവ്സ് എന്നും കൂടി പറയും. ഓക്കെ. നമ്പർ 4, ദ സിംഗുലാർ ഫോം ഓഫ് ലെൻസസ് ഈസ്? എന്താണ് ലെൻസസ്? ലെൻസ് എന്ന വാക്കിൻ്റെ പ്ലൂറലാണല്ലേ ലെൻസസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് വേർഡ് ഈസ് എൻ അഡ്ജക്റ്റീവ്? എന്ന് വെച്ചാൽ ഒരു നെയിമിംഗ് വേർഡ് ഏതാണ്? ബ്യൂട്ടിഫുൾ, അതാണ് കറക്റ്റ് അല്ലേ. പാർക്ക് നൗണാണ്, വേവ് വെർബാണ്, സീ നൗണാണ്. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബ്യൂട്ടിഫുൾ. ക്വസ്റ്റ്യൻ നമ്പർ 6, മിസ്കമ്മ്യൂണിക്കേഷൻ ക്യാൻ ലീഡ് ടു? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് മിസ്കമ്മ്യൂണിക്കേഷൻ. തെറ്റായ രീതിയിലുള്ള ആശയവിനിമയം. അതെന്തൊക്കെയാണ്? ബിൽഡ് റിലേഷൻഷിപ്പ്. മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ആവുമോ? ഇല്ല. ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതാണല്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ ക്യാൻ ലീഡ് ടു ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 7, ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയത്തിന് കീപ് ലിസണിങ്, നന്നായി ശ്രദ്ധിക്കണം. കീപ് ടോക്കിംഗ്, സംസാരിക്കണം. പക്ഷേ സംസാരിച്ചാൽ മാത്രം പോരെ, ശ്രദ്ധിച്ചാൽ മാത്രം പോരെ. പിന്നെയോ ലിസൺ ആൻഡ് ടോക്ക് കെയർഫുള്ളി. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് അല്ലേ. ശ്രദ്ധിക്കുകയും വേണം, സംസാരിക്കുകയും വേണം, പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് പേജ് ക്വസ്റ്റ്യൻ നമ്പർ 8, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ ഫങ്ഷനിങ് ഓഫ് ദ പ്രോഗ്രാം. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ ഫങ്ഷനിങ് ഓഫ് ദ പ്രോഗ്രാം. അത് ട്രൂ അല്ല, ഫോൾസ് ആണല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോഗ്രാം ഫംഗ്ഷനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9, പ്രൈമറി സ്റ്റോറേജ്. ഇത് കമ്പ്യൂട്ടറിലേക്ക് വരുന്നതാണ് കേട്ടോ. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, DVD, CD ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ആണല്ലേ. റാമും റോമും ആണ് പ്രൈമറി സ്റ്റോറേജ്. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി, ഇതാണ് പ്രൈമറി സ്റ്റോറേജ് അല്ലേ. നമ്പർ 10, എ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണല്ലേ. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ചേർന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. നമ്പർ 11, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി ആൻസേർഡ് ബൈ എ സിമ്പിൾ യെസ് ഓർ നോ. അത് ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. യെസ് ഓർ നോ എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആൻസറും പറയാം. എന്ന് വെച്ചാൽ ഓപ്പൺ എൻഡഡ് ആയിരിക്കും. അത് ട്രൂ അല്ല, ഫാൾസ് ആണല്ലേ. നമ്പർ 12, ക്ലോസിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് ദ കസ്റ്റമർ ഡസ് നോട്ട് ബൈ എനിത്തിങ്. അങ്ങനെയാണോ?
കസ്റ്റമർ ബൈ എനിത്തിങ് എന്നാണ് ക്ലോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ സെയിൽസിലെ അവസാനത്തെ സ്റ്റെപ്പാണ് ക്ലോസിംഗ് എന്ന് പറയുന്നില്ലേ. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണല്ലേ. നമ്പർ 13, ക്ലോസിംഗ് എ സെയിൽ ഓർ സർവീസ് ക്യാൻ ഹെൽപ്പ് യു ഗ്രോ ഇൻ യുവർ കരിയർ. അത് ശരിയാണല്ലേ. നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് ബിസിനസ് ഉണ്ടാകുന്നതും നമുക്ക് കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് ട്രൂ ആണ്. നമ്പർ 14, വാട്ട് ഈസ് സ്ട്രെസ് എന്ന് വെച്ചാൽ സമ്മർദ്ദം, പ്രഷർ എന്നൊക്കെ പറയും അല്ലേ. എന്താണ് ഫീലിംഗ് ഓഫ് ജോയ്? അത് സന്തോഷം സ്ട്രെസ്സാണോ? അല്ല. ഫീലിംഗ് ഓഫ് സർപ്രൈസ് അതുമല്ല. ഫീലിംഗ് ഓഫ് ഡിലൈറ്റ് ആനന്ദം അതുമല്ല. പിന്നെയോ ഫീലിംഗ് ഓഫ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ മനപ്രയാസം, വ്യഥ എന്നൊക്കെ പറയും. ഡിസപ്പോയിൻമെൻറ്റ് നൈരാശ്യം. ഇതാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 15, ഈച്ച് പേഴ്സൺ ഹാസ് ദ സെയിം സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. അത് കറക്റ്റാണോ? അല്ല. ഓരോ വ്യക്തികൾക്കും ബിലീഫ്സും വാല്യൂസും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈച്ച് പേഴ്സൺ ഹാസ് ദ സെയിം സെറ്റ് ഓഫ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഈച്ച് പേഴ്സൺ ഹാസ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് എന്നാണ് അല്ലേ. നമ്പർ 16, ഹൗ മെനി ഡേയ്സ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫോം എ ഹാബിറ്റ്? ഒരു സ്വഭാവ രൂപീകരണത്തിന് എത്ര ദിവസം എടുക്കും? 10 ദിവസമോ 11 ദിവസമോ 15 ദിവസമോ? ഒരു 3 ആഴ്ച വരെയൊക്കെ സാധാരണ രീതിയിൽ എടുക്കുമല്ലേ. അപ്പോഴാണ് 3 ആഴ്ച കൊണ്ടാണ് നമുക്കൊരു മിനിമം ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നതല്ലേ. ഇപ്പോൾ 21 ഡേയ്സ്, ഓപ്ഷൻ ഡി. നമ്പർ 17, ഫാക്ടറീസ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് കൊല്ലത്തിലായിരുന്നു ഓർക്കുന്നുണ്ടോ? 1948 ആണല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്പർ 18, വേജസ് ആർ പെയ്ഡ് ഡെയിലി, മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി. ഡെയിലി വേജസ് ആണെങ്കിലും അത് മന്ത്ലിയാണ് പേ ചെയ്യുന്നത് അല്ലേ. കലണ്ടർ മന്താണ്, അപ്പോൾ മന്ത്ലിയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. നമ്പർ 19, വെൻ എ വർക്കർ കോൺട്രിബ്യൂട്ട്സ് ടു ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ബൈ യൂസിങ് അവൈലബിൾ റിസോഴ്സസ്, ദ വർക്കർ ഈസ് പ്രൊഡക്റ്റീവ് ആണോ, ഇനെഫക്റ്റീവ് ആണോ, ബാഡ് ആണോ, സെൽഫിഷ് ആണോ? ഇതിൽ 3 നെഗറ്റീവ് ആണല്ലേ. ഇനെഫക്റ്റീവ്, ബാഡ്, സെൽഫിഷ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവ് ആണല്ലേ. വെൻ എ വർക്കർ കോൺട്രിബ്യൂട്ട്സ് ടു ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഹി ഈസ് പ്രൊഡക്റ്റീവ്. നമ്പർ ഓപ്ഷൻ എ. നമ്പർ 20, ഇനി PPE മീൻസ്. PPE എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും കൊറോണ കാലത്ത് PPE കിറ്റ് ധരിച്ചിട്ടാണല്ലേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം പോകുന്നത് അല്ലേ. അപ്പോൾ PPE എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. അത് തെറ്റിക്കരുത് സ്പെല്ലിംഗ്. അതിൻ്റെ ഓപ്ഷൻ ബി ആണ്. പ്രൊഡക്റ്റീവ് അല്ല, പ്രൊട്ടക്റ്റീവ്, സംരക്ഷണമാണ് നൽകുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 21, പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഓഫറിംഗ്. പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കുക? ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണോ, ജോബ് സൈറ്റ് എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടാണോ? ഇത് രണ്ടും മാത്രം മതിയോ? പോരാ. പിന്നെയോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ബോത്ത് ട്രെയിനിങ് ആൻഡ് ജോബ് സൈറ്റ് എക്സ്പീരിയൻസ്, അതാണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഇനി വി വിൽ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 21. 21 കഴിഞ്ഞു. 22, വർക്ക് പ്ലേസ് സേഫ്റ്റി ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വർക്കർ എഗൻസ്റ്റ്. അപ്പം തൊഴിൽ സ്ഥലത്തുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത് വർക്കറെ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? വെതർ, കാലാവസ്ഥ, പിന്നെ കെമിക്കൽസ്, രാസവസ്തുക്കൾ, പിന്നെ ഡസ്റ്റ്, പൊടിപടലങ്ങൾ, ഇതെല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി അബവ് ആണ്. ഓപ്ഷൻ സി, ഡി ആണ് കറക്റ്റ് ആൻസർ. വർക്ക് പ്ലേസ് സേഫ്റ്റി ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വർക്കേഴ്സ് എഗൻസ്റ്റ് വെതർ, കെമിക്കൽസ് ആൻഡ് ഡസ്റ്റ് അല്ലേ. നമ്പർ 23, വെൻ എ ഫയർ എമർജൻസി ഒക്കേഴ്സ് പീപ്പിൾ ഹാവ് ടു ബി. അപ്പോൾ ഫയർ എമർജൻസി എന്ന് വെച്ചാൽ തീപിടുത്തം നിയന്ത്രിക്കാൻ പറ്റാത്ത തീപിടുത്തത്തിനാണ് ഫയർ എമർജൻസി എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ചെറിയ തീയൊക്കെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ തീപിടിക്കാൻ പറ്റാത്തതിനാണ് ഫയർ എമർജൻസി. അങ്ങനെ ആകുമ്പോഴോ ദ പീപ്പിൾ ഹാവ് ടു ബി ഇവാക്യുവേറ്റഡ് ഫ്രം ദ വർക്ക് പ്ലേസ്. ഒഴിവാക്കുന്നതിനാണെന്ന് പറയുക ഇവാക്യുവേറ്റഡ്, വാക്യൂം ചെയ്യുക, കാലിയാക്കുന്നതിനാണ്, സ്ഥലം കാലിയാക്കുക. അതിനാണ് ഇവാക്യുവേഷൻ എന്ന് പറയുക കേട്ടോ. ടു ബി ഇവാക്യുവേറ്റഡ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 24, ഡാഷ് പ്രൊട്ടക്ട് ഹാൻഡ്സ് ഫ്രം കട്ട്സ്, ബേൺസ് ആൻഡ് ഹാംഫുൾ ലിക്വിഡ്സ്. അപ്പോൾ കൈക്ക് ഉപയോഗിക്കുന്ന PPE ആണ് ചോദിക്കുന്നത്. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്? ഗൂഗിൾസ് ആണോ, അല്ലാതെ കണ്ണിനുള്ളതാണ് അല്ലേ. ഗ്ലൗസ് ആണ് കൈക്കുള്ളത് അല്ലേ. ഇയർ പ്ലഗ്സ് ആണ് ചെവിക്കുള്ളതും, ഹെൽമെറ്റ്സ് തലയ്ക്കുമാണ്. അപ്പോൾ കൈക്കുള്ളത് ഗ്ലൗസ് ആണ്. ഗ്ലൗസ് പ്രൊട്ടക്ട് ഹാൻഡ്സ്. നമ്പർ 25, യു ഡു നോട്ട് നീഡ് ടു ട്രൈ ടു ഇംപ്രൂവ് യുവർ സ്കിൽസ് വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ്. അത് ഒരിക്കൽ നിങ്ങൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്കിൽസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യേണ്ടതില്ല. ശരിയാണോ തെറ്റാണോ? നമ്മൾ ഒരിക്കൽ IT പഠിച്ചത് എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും നോളജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ യു ഡു നോട്ട് നീഡ് എന്നല്ല, യു നീഡ് ടു ട്രൈ. അതപ്പോൾ ഇത് റോങ് ആൻസർ ആണല്ലേ. ഇത് ഫാൾസ് ആണ്. കറക്റ്റ് ആൻസർ അങ്ങനെയല്ല. യു നീഡ് ടു ട്രൈ ടു ഇംപ്രൂവ് യുവർ സ്കിൽസ് അല്ലേ, മോർ, ഈവൺ ഇഫ് യു ആർ ഡൂയിങ് വർക്കിംഗ്. അവസാനം വരെ, ജീവിതാവസാനം വരെ പഠനം തുറന്നുകൊണ്ടിരിക്കണം എന്നാണ് പറയുക. 26, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ആൻ എൻട്രി ലെവൽ ജോബ് ആഫ്റ്റർ ITI ഫോർ
ഇൻറ്റീരിയർ ഡിസൈനർക്ക് ഒരു എൻട്രി ലെവൽ ജോബ് അല്ലാത്തത് കേട്ടോ, നോട്ടാണ്. സ്പെഷ്യലിസ്റ്റ് ഇൻറ്റേൺസ് ആകാം, ജൂനിയർ ഇൻറ്റേർണൽ ഡിസൈനർ ആകാം, ഡിസൈൻ അസിസ്റ്റൻ്റ് ആകാം. പക്ഷേ ഒരു സ്പെഷ്യലിസ്റ്റ് ആകാൻ പറ്റില്ല. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ ബിഗിനർക്ക് പറ്റില്ല അല്ലേ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കേ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് എ ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് പേജ്, ക്വസ്റ്റ്യൻ നമ്പർ 27. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം മേക്സ് യൂസ് ഓഫ് സം ടൂൾസ് ഫോർ പ്രോബ്ലം സോൾവിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദം. ഇതിൽ പെടാത്തത് ഫിഷ് ബോൺ ഡയഗ്രാം, 5D and 5S methods, 4D and 4S methods, Kaizen principle. 5D and 5S ഉണ്ട്, ഫിഷ് ബോൺ ഡയഗ്രാം ഉണ്ട്, കൈസൺ പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ 4D and 4S എന്ന് പറയുന്നതാണ് ഇതിൽ റോങ് ആൻസർ, ഓപ്ഷൻ സി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. ISO എന്താണ് പഠിച്ചില്ലേ നമ്മൾ? ക്വാളിറ്റി ടൂൾസ് പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻ്റർനാഷണലാണത്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഓപ്ഷൻ ഡി ആണ്, തെറ്റിക്കരുത് കേട്ടോ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അതാണ് കറക്റ്റ് ആൻസർ, ISO. ക്വസ്റ്റ്യൻ നമ്പർ 29. BIS സ്റ്റാൻഡ്സ് ഫോർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ അല്ല, ബ്യൂറോ ഓഫ് ബോർഡ് ഓഫ് അല്ല, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ല. അപ്പോൾ ഇതെല്ലാം കൺഫ്യൂസിംഗ് ആണ് വളരെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. നമ്പർ 30. ദ ബിസിനസ് ഐഡിയ ഷുഡ് സാറ്റിസ്ഫൈ ഓൺലി മൈ നീഡ്സ്. എന്നെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയോ? സോൾവ് സംവൺസ് പ്രോബ്ലംസ്, സേവ് ദ വേൾഡ്, നൺ ഓഫ് ദി അബോവ്. എന്താണ് ഇത്? കുറച്ചൊരു കൺഫ്യൂഷിംഗ് ആണല്ലേ. സാറ്റിസ്ഫൈങ് ഓൺലി മൈ നീഡ്സ്, സോൾവ് സംവൺസ് പ്രോബ്ലം, സേവ് ദ വേൾഡ്. ഇതിൽ കുറച്ചുകൂടി ശരിയായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് സോൾവ് സംവൺസ് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സേവ് ദ വേൾഡ് ആണല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വെറും ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്, റിവിഷൻ ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്പർ 2 ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് ഇയറിലെ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.